ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നെനിക്ക് വളരെ ഹാപ്പി ആയിട്ടൊരു ദിവസമായിരുന്നു. എൻ്റെ നാട്ടിൽ എൻ്റെ ഫാമിലിയിൽ എനിക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ കസിൻ്റെ മോൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അതിന് പോവുകയാണ്. അപ്പോൾ എൻ്റെ ബാല്യവും കൗമാരവും യൗവനത്തിൻ്റെ തുടക്കവും എല്ലാം വളരെ മനോഹരമാക്കി തന്ന ഒരുപാട് സ്പെഷ്യലായിട്ടുള്ള ആൾക്കാരാണിവർ. ആ ആൾക്കാരുടെ കൂടെ എനിക്ക് ഒരുപാട് സമയം ഇന്ന് സ്പെൻഡ് ചെയ്യാൻ കിട്ടി. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഒരുമിച്ചൊരു ഫങ്ഷൻ ഇതുപോലെ അറ്റൻഡ് ചെയ്യുന്നതും നമുക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നതും അതിൻ്റേതായൊരു ഹാപ്പിനെസ് നമുക്കുണ്ടായിരുന്നു. ഇതെൻ്റെ അമ്മയും അപ്പച്ചിമാരുമാണ്, പിന്നെ എൻ്റെ ചേച്ചി. ഇത് നമ്മുടെ ഫാമിലിയിലെ, നമ്മുടെ തലമുറയിലെ ആദ്യത്തെ മരുമകളാണ് ഇത്. പിന്നെ നമ്മൾ എല്ലാവരും കൂടെ അവിടെ ഒരുപാട് സമയം വണ്ടി കാത്ത് നിൽക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ സമയം പോകാനായിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടെല്ലാം എടുത്തുകൊണ്ടേ ഇങ്ങനെ ഇരുന്നു. ഒരു രസം. പിന്നെ നമ്മളെല്ലാവരും ഒത്തുകൂടുന്ന ഒരു മുഹൂർത്തമല്ലേ, അതൊന്ന് ഒപ്പി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ നിൽക്കുന്ന എൻ്റെ ചേച്ചിയാണ്, എൻ്റെ സ്വന്തം ചേച്ചിയാണ്. പിന്നെ മാമിയുണ്ട്, അപ്പച്ചിയുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, എൻ്റെ മക്കൾ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അവിടെ നിന്ന സ്ഥലത്ത് നിന്ന് കുറേ ഫോട്ടോ എല്ലാം എടുത്ത് അങ്ങനെ കുറേ സമയം അങ്ങ് പോയി. അതിനുശേഷം പിന്നെ വണ്ടിയെല്ലാം വന്ന് നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ട് പിന്നെ എൻഗേജ്മെൻറ്റിന് പയ്യനില്ലായിരുന്നേ, അവൻ വിദേശത്താണ്. അപ്പോൾ കുട്ടിയെ ചെന്ന് കണ്ടു. ജസ്റ്റ് ഇതാണ് കുട്ടി, ഈ നടുക്ക് നിൽക്കുന്നതാണ് കുട്ടി. പിന്നെ ഇതെല്ലാം നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ്, മാമിമാരും ബാക്കി എല്ലാവരും മാമിമാരും, പിന്നെ നേരത്തെ കണ്ട ചേച്ചിമാരും, ഞാൻ, എൻ്റെ മക്കൾ. ബാക്കി അങ്ങനെ ഇതും ഒരു മാമിയും ചേച്ചിയാണേ. അപ്പോൾ എല്ലാവരുമായിട്ട് ഇരിക്കാനും സമയം സ്പെൻഡ് ചെയ്യാനും ഒക്കെ ഒരുപാട് സമയം കിട്ടി. പിന്നെ നമ്മൾ കുറേ ചേച്ചിയും ഞാനുമായിട്ടാണ് എൻ്റെ ബാല്യം ഫുള്ള് കടന്നു പോയത്, ചേച്ചിയും ഞാനുമായിട്ടാണ്. പിന്നെ എൻ്റെ മാമൻ്റെ മോളാണ്, പക്ഷേ എൻ്റെ സ്വന്തം ചേച്ചി എന്ന് പറയാനാണ് എനിക്കിഷ്ടം. മറ്റത് മാമൻ്റെ മോൻ്റെ വൈഫാണ്, അതും എൻ്റെ ചേട്ടൻ്റെ ഭാര്യ എന്ന് പറയാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അവർക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരമ്മ പെറ്റ മക്കളെ പോലെയാണ് നമ്മൾ കഴിഞ്ഞത്. അപ്പോൾ പിന്നെ അച്ഛനെ പിന്നെ എപ്പോഴോ ഒന്ന് കണ്ടു കിട്ടി. അങ്ങനെ പെട്ടെന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു. അച്ഛൻ അങ്ങനെ ഫോട്ടോ എടുക്കാൻ നിന്ന് വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ ചേച്ചിയെ ഭയങ്കര വലിയ കുക്കാണേ. എനിക്ക് ഒത്തിരി എൻ്റെ നാവിൽ നിന്ന് ഇപ്പോഴും പോവാത്ത ഒരുപാട് രുചികൾ ചേച്ചി സമ്മാനിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് സദ്യ കഴിച്ചു. 3 പേർക്കും കൂടെ ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കണം എന്നുള്ള ആഗ്രഹവും ഇന്ന് നടന്നു കിട്ടി. പിന്നെ ചേച്ചി പണ്ടുണ്ടാക്കി തന്നൊരു സ്പെഷ്യൽ കാഷ്യൂനട്ട് തീയൽ, അത് ഇതിനകത്തുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പണ്ട് ചേച്ചി ഉണ്ടാക്കി തരുമ്പോഴും ഇഷ്ടമാണ്. കോയിൻസിഡൻ്റായിട്ട് ഇന്ന് കിട്ടി, അപ്പോഴും ഒരുമിച്ചിരുന്ന് കഴിക്കാനും പറ്റി. എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ അപ്പോൾ അതുപോലെ മക്കൾ വണ്ടി കയറി ഇന്നും ഉറക്കമായിരുന്നു. അച്ഛനും കുറച്ച് കഴിഞ്ഞപ്പോൾ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. പിന്നെ വണ്ടിയിൽ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു, അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ തിരിച്ചു വന്നപ്പോൾ അമ്മയുടെ വകയായിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ടേല്ലേ, കുറച്ച് ഫോട്ടോ എടുത്ത് തരാമെന്ന് പറഞ്ഞ് കുറച്ച് ഫോട്ടോ എല്ലാം എടുത്തു. അങ്ങനെ ഇന്നത്തെ ദിവസം വളരെ ഹാപ്പി ആയിട്ട് അവസാനിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.